നേര്യമംഗലത്ത് ആനയുടെ ആക്രമണത്തിൽ മരിച്ച ഇന്ദിര എന്ന സ്ത്രീയെ ഇന്നലെ കോതമംഗലത്തെ ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുവരുന്നു. അവിടെ എത്തിയ അല്പസമയത്തിനകം ഈ അമ്മ മരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു സംഘം കോൺഗ്രസ് നേതാക്കൾ MLA നേതൃത്വത്തിൽ, DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവിടെ എത്തുന്നു. പിന്നീടുണ്ടാകുന്നത് ആശുപത്രിക്കുള്ളിലേക്ക് ഒരു കൊള്ളസംഘത്തെ പോലെ കടന്നു കയറി ഈ അമ്മയുടെ മൃതദേഹം ബലം പ്രയോഗിച്ച്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ ആരംഭിക്കുകയാണ്. പോലീസ് ആ നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോഴാണ് DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആൾക്കാർ, MLA മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിൽ ഒരു സംഘം ആൾക്കാരെത്തി ബലം പ്രയോഗിച്ച് ഈ അമ്മയുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. സ്ട്രെച്ചറിൽ കിലോമീറ്ററുകളോളം നടു റോഡിലൂടെ ഇവർ ഈ മൃതദേഹവുമായി പ്രകടനം നടത്തുകയാണ്. നിയമപ്രകാരം ജാമ്യമില്ലാത്ത കുറ്റമാണ് ഇവർ ചെയ്യുന്നത്. ഒരു ആശുപത്രിക്കുള്ളിൽ കടന്നു കയറി അവിടുത്തെ ഒരു മരുന്ന് കുപ്പിയെങ്കിലും അനുവാദമില്ലാതെ അവർ കൊണ്ടുപോയാൽ അവർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുക്കാൻ കഴിയും. അത്രമാത്രം വലിയൊരു കുറ്റം ഇവർ ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനു വേണ്ടി ഇവർ ചെയ്യുന്നു? എന്താണ് ഇവരുടെ ആവശ്യം? എന്താണ് ഇവരുടെ മുദ്രാവാക്യം? അങ്ങനെ യാതൊരു ആവശ്യവുമില്ല, അങ്ങനെ യാതൊരു മുദ്രാവാക്യവുമില്ല. തെരഞ്ഞെടുപ്പ് വരികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ കാണുന്ന നാടകങ്ങൾ മുഴുവൻ ഈ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ കാണിച്ചു കൂട്ടുന്നത്. അവിടെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഈ പോലീസിന് നേരെ അക്രമം നടത്തുകയാണ്, DYSPയെ പിടിച്ചു തള്ളുകയാണ്, അസഭ്യം പറയുകയാണ്, പച്ചത്തെറി പറയുകയാണ്. എന്താണ് ഒരു DCC പ്രസിഡന്റ് ഇങ്ങനെ പെരുമാറുന്നത്? എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കാൻ ഒരു മുദ്രാവാക്യവുമില്ല. രാജ്യമാകമാനം കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരും BJPയിലേക്ക് വരിയായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. കേരളത്തിൽ സർക്കാരിനെതിരെ പറയാൻ കാര്യമായ യാതൊരു മുദ്രാവാക്യവുമില്ല അവർക്ക്. അപ്പോൾ പിന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു വീണ് കിട്ടുന്ന വിഷയത്തിൽ പിടിച്ചു തൂങ്ങി എന്തെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പോലീസ് അവരുടെ ജോലി ചെയ്യുകയാണ്. അത് മാത്രവുമല്ല, ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു മൃതദേഹം ബന്ധപ്പെട്ട അധികാരികളുടെ, ഹോസ്പിറ്റൽ അതോറിറ്റീസിന്റെ അനുവാദമില്ലാതെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. പോലീസ് എന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും ആശുപത്രി അധികൃതരുടെ പരാതിയുടെ പുറത്ത് ഈ ബോഡി തിരിച്ചെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാരണം പോസ്റ്റ്മോർട്ടം നടത്തേണ്ടുന്ന ഒരു ബോഡിയാണ്. ആ ബോഡിയുമായിട്ടാണ് ഈ കോൺഗ്രസ്സുകാർ ചെറിയ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നടു റോഡിലൂടെ സ്ട്രെച്ചറിൽ ഈ ബോഡിയുമായിട്ട് പ്രകടനം നടത്തുന്നത്. പോലീസ് എത്തുന്നു, ഈ ബോഡി വിട്ടുതരണമെന്ന് ഈ കോൺഗ്രസിന്റെ നേതാക്കളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോഴാണ് ഈ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പോലീസ് ഉദ്യോഗസ്ഥനെ, DYSPയെ, SIയെ, CIയെ അടക്കമുള്ളവരെ പച്ചത്തെറി വിളിച്ച് ഓടിക്കാൻ ശ്രമിക്കുന്നു. പോലീസുകാർ ഈ തെറി മുഴുവൻ കേട്ടിട്ടും അവർ ബലം പ്രയോഗത്തിന് മുതിരുന്നില്ല എന്നുള്ളതാണ്. പരമാവധി മാന്യതയുടെ ഭാഷയിൽ ഈ കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഈ ബോഡി തിരിച്ചു തരണം, ഇത് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടുന്ന ബോഡിയാണ്, നിങ്ങൾ ഈ ബോഡി തിരിച്ചു തരണമെന്ന് പോലീസ് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും വഴങ്ങാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. അപ്പോഴാണ് പോലീസ് പിന്നീട് ബലം പ്രയോഗിച്ച് ഈ ബോഡി തിരിച്ചെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് ഈ ബോഡി വിട്ടുകൊടുക്കുന്നത്. എന്താണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം? കോൺഗ്രസ് എന്താണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്? ഇപ്പോൾ വന്യജീവി ആക്രമണം, അവിടെ CPMകാരെന്നോ കോൺഗ്രസ്സുകാരെന്നോ BJPക്കാരെന്നോ നോക്കിയിട്ടല്ല വന്യമൃഗങ്ങൾ ആക്രമണം നടത്തുന്നത്. അവിടെ സ്വാഭാവികമായും എല്ലാ ജനങ്ങളും, മലയോര മേഖലയിൽ താമസിക്കുന്ന എല്ലാ ജനങ്ങളും ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു വിഷയം പൊതുവായി ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരം കണ്ടെത്താനാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ആവശ്യപ്പെടേണ്ടത്. പക്ഷെ അവരതല്ല ചെയ്യുന്നത്. സർക്കാരിനെതിരായിട്ടൊരു പ്രകടനമാക്കി, അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു പരിശ്രമമാണ് അവർ നടത്തിയത്.
പക്ഷേ ജനങ്ങളിൽ നിന്ന് ആ രീതിയിലൊരു പ്രതികരണം തിരിച്ചു കിട്ടിയില്ല. മലയോര ജനതയെ ഒന്നടങ്കം ഈ കോൺഗ്രസിൻ്റെ ഇന്നലെ കാണിച്ച ആ നാടകത്തിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ദിരയുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ പോലും ജനങ്ങൾ കോൺഗ്രസിൻ്റെ ഈ ഒരു നാടകത്തിനെതിരെ, ഇന്നലെ കാണിച്ച അക്രമത്തിനെതിരെ വലിയ രീതിയിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കർശനമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് 2 പ്രമുഖ പത്രങ്ങൾ എഴുതിയിട്ടുള്ള തലക്കെട്ടുകൾ വീണ്ടും കൊന്നു എന്നാണ് ഒരു പത്രം എഴുതുന്നത്. ഒരിടത്ത് എഴുതുന്നത് ആന കൊലപ്പെടുത്തി പിന്നീട് പോലീസിന്റെ അതിക്രമം എന്നുള്ള രീതിയിലാണ്. അതേസമയം തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ നിയമവിരുദ്ധമായി ആശുപത്രിയിൽ നിന്ന് മൃതദേഹം തട്ടിയെടുത്ത് പ്രകടനം നടത്തിയതിനെ കുറിച്ച് ഒരക്ഷരം ഈ മാധ്യമങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല. എന്തുമാത്രം പക്ഷപാതപരമായാണ് ഈ മാധ്യമങ്ങൾ പെരുമാറുന്നത് എന്ന് ജനം കൃത്യമായി തിരിച്ചറിയും. ഒരു കാര്യം ഓർക്കുക, 2021 തെരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിക്കൂട്ടിയ നാടകങ്ങൾ, ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന വാർത്തകൾ, ഇതെല്ലാം കേരളത്തിലെ പ്രബുദ്ധരായ ജനത എടുത്ത് കടലിൽ കളയുകയും ഇടതുപക്ഷ സർക്കാരിന്, പിണറായി സർക്കാരിന് വലിയ ഭൂരിപക്ഷം 2021 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 99 സീറ്റ് നൽകിയാണ് വീണ്ടും ജനങ്ങൾ അധികാരത്തിലേറ്റിയത്. അതുകൊണ്ട് കേരളത്തിലെ ജനത ഈ നാടകങ്ങളും ഈ കാണിക്കുന്ന വോട്ടിന് വേണ്ടിയുള്ള ഈ കാണിക്കുന്ന എല്ലാ പരിപാടികളും ജനം കൃത്യമായി തിരിച്ചറിയും എന്ന് മനസ്സിലാക്കിയാൽ UDFനും കോൺഗ്രസിനും നല്ലതായിരിക്കും. മാധ്യമങ്ങൾ പറയുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ 2021 അനുഭവം ഉണ്ടാകും എന്നുള്ളത് ഓർക്കുക. കേരളത്തിലെ ജനത എല്ലാം കാണുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്.